എന്റെ ബർത്ത്ഡേ സത്യത്തിൽ ശോകമുഖമായിരുന്നേ. കല്യാണത്തിന്റെ തലേന്നായതുകൊണ്ട് മൊത്തത്തിൽ ഓട്ടപ്പാച്ചിലായിരുന്നു. കല്യാണത്തിന്റെ തലേന്ന് കളിക്കാനുള്ള ഡാൻസിന് തലേന്നാണ് സ്റ്റെപ്പ് മൊത്തം ഇട്ട് തീർന്ന് പാട്ട് സെറ്റ് ചെയ്ത് പിന്നെ പൊസിഷൻ കറക്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഫൈനലായിട്ട് 2-3 തവണയൊന്ന് പാട്ടിട്ട് കളിച്ചു നോക്കാൻ വേണ്ടി പിള്ളേരെ തപ്പി താഴെ നടക്കുവാണ്. ഒരു ഒറ്റെണ്ണത്തിന് കിട്ടുന്നില്ല. 2 പിടിക്കുമ്പോൾ 5 ചാടി വെളിയിൽ പോകുക. ആ ഒരു അവസ്ഥയാണ്. ഡാൻസിൽ നിന്ന് 2 പേര് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം വന്നതുകൊണ്ട് അവർക്ക് സ്റ്റെപ്പ് ഒന്നും കിട്ടുന്നില്ല എന്നതുകൊണ്ട്. ബ്യൂട്ടി പാർലറിൽ 3 മണിക്ക് പോകണം. അതിനു മുമ്പ് നമ്മൾ ടോപ്പ് ഇട്ട് കൊടുക്കണം. ടോപ്പാണ് തയ്ച്ചു തീർന്നിട്ടില്ല. അവരുടെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ തലേ ദിവസം കൊണ്ടുപോയി കൊടുത്തു. മാത്രമല്ല സൂചി ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള തുണിയായിരുന്നു. അവർ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 മണിക്ക് ഞാൻ അവിടുന്ന് ടോപ്പ് മാത്രം വാങ്ങിക്കൊണ്ട് പോകുന്നു. 6 മണിയാകുമ്പോൾ പാവാട തയ്ച്ച് കിട്ടുന്നു. 6 മണിക്ക് പാവാട അപ്പൂസ് വാങ്ങിച്ചോണ്ട് വരുന്നു. അങ്ങനെയാണ് അന്ന് ഞാൻ ആ ഡ്രസ്സ് ഇട്ടത്. നമ്മുടെ വക കല്യാണ പെണ്ണിന് ഒരു ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുക്കൻ്റെ പെണ്ണിന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഒക്കെ അവർക്ക് ഒരുപാട് കിട്ടും. ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ആ തിരുവാതിരയുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 14 വർഷത്തെ പഴക്കം ഉണ്ടാവും. ഇത് ഞാനായിരുന്നേ. ഈ കുട്ടിയാണ് കേട്ടോ. അതെ, ഈ കുട്ടി. എല്ലാവരോടും അവരവരെ ചൂണ്ടിക്കാണിക്കാൻ പറയുവാണെങ്കിൽ നല്ല രീതിക്ക് മാറ്റം അവർക്കൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ രീതിയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ലേ. ലാസ്റ്റ് എനിക്ക് ഹൈറ്റ് വെക്കുന്നത് 7ാം ക്ലാസ്സിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് വലിയ ഹൈറ്റ് ഒന്നും വെച്ചില്ല. 7ാം ക്ലാസ് വരെ വലിയ ഹൈറ്റ് ഉള്ളവരുടെ കൂട്ടത്തിൽ പെട്ടിരുന്ന ആളായിരുന്നു ഞാൻ. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഓവർ പൊക്കമാണെന്നും പറഞ്ഞ് അസംബ്ലിയിൽ ലാസ്റ്റ് 3rd ആയിരുന്നു ഞാൻ നിൽക്കുന്നത്. മാമാട്ടിനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ശ്രമിച്ചു കേട്ടോ. പക്ഷെ അവള് പോകുന്നില്ലായിരുന്നു.